അങ്ങനെ അവസാനം നമ്മൾ 2 റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികളെ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ കാണുന്നതാണ് 2 എണ്ണം. ഈ സൈഡിൽ നമ്മൾ ഷോർട്ട് ക്ലിപ്പ് കാണിക്കുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്ന ഫാമിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഫാമിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് വീഡിയോ ക്ലിപ്പുകളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ വാങ്ങിയ 2 എണ്ണത്തിനെ നമ്മൾ ടബ്ബുകളിലേക്കൊക്കെ ഇറക്കി വിടുന്ന വീഡിയോ നമ്മൾ അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാങ്ങിയ 2 എണ്ണത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ ആ ഷോർട്ട് ക്ലിപ്പ് കാണിക്കുന്നത്. ഏകദേശം 2 ഇഞ്ച് വരുന്ന കുഞ്ഞുങ്ങളെ 2 എണ്ണത്തിനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഒരു പീസിന് 300 രൂപയാണ് ആയത്. അങ്ങനെ 2 എണ്ണത്തിനെ നമ്മൾ വാങ്ങി ടോട്ടൽ 600 രൂപയാണ് ആയത്. ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഡീറ്റെയിൽസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വീഡിയോസ് കാണുന്ന സമയത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ ഫാമിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ജയന്റ് ഗൗരാമികളിൽ മെയിനായിട്ട് 4 വെറൈറ്റികളാണുള്ളത്. ആൽബിനോ, ബ്ലാക്ക്, പിങ്ക്, റെഡ് ടെയിൽ. ഇതിൽ റെഡ് ടെയിലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡിംഗ് ആയിട്ട് പല ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നത്. കാരണം ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വെറൈറ്റി റെഡ് ടെയിൽ ജയന്റ് ഗൗരാമിയാണ്. റെഡ് ടെയിൽ ഒഴിച്ച് ബാക്കി 3 വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഈ റെഡ് ടെയിലിൻ്റെ പ്രൈസ് നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ 800, 900 ആ റേഞ്ചൊക്കെയാണ്. പെട്ടെന്ന് ഈ ഒരു ഫാമിനെ കുറിച്ച് അറിയാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ ഇവരുടെ പ്രൈസ് എനിക്ക് അറിയാനായിട്ട് പറ്റി. പ്രൈസ് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു. പിന്നെ വളരെ ലോ റേറ്റ് ആണ്. മാത്രമല്ല ചെറിയ സൈസ് മുതലുണ്ട്. 2 ഇഞ്ച് മുതലുള്ള സ്റ്റാർട്ടിംഗ് സൈസ് ഞാൻ കണ്ടു. അതിനൊക്കെ പ്രൈസ് റേഞ്ച് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ പെർ പീസിന് ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ 30, അതുപോലെ തന്നെ പിങ്ക് ആണെന്നുണ്ടെങ്കിൽ 30, 70, അതുപോലെ ആൽബിനോ 100, പിന്നെ ഈ റെഡ് ടെയിൽ 300. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാത്രമല്ല ഇതൊരു ഫാമാണ്. നമുക്കറിയാം അക്വേറിയം ഷോപ്പുകളിലൊക്കെ ആണെന്നുള്ള മീനുകൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ആകുമ്പോൾ നല്ല ആംബിയൻസിൽ നല്ല ഫ്രഷ് പീസുകളാണ് കിടക്കുന്നത്. ഈ ഒരു ഫാമിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും നമ്മൾ പിൻ ചെയ്ത് വെക്കാം. ഈ ഒരു ഫാമിൽ നിങ്ങൾ നേരിട്ട് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ടും ബൾക്കായിട്ടും വാങ്ങാം. അതായത് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടും അല്ലെങ്കിൽ ബൾക്കായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ കൊറിയർ സർവീസ് അല്ലെങ്കിൽ ഹൈവേ ട്രാൻസ്പോർട്ടേഷൻ പോലുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുള്ളവർ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബിസിനസ് ഡീറ്റെയിൽസിൽ നമ്മൾ നെയിം, മൊബൈൽ നമ്പർ, ലൊക്കേഷൻ അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാം കണ്ടുപിടിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വീടിനോട് ചേർന്ന് തന്നെയാണ് ഫാം സ്ഥിതി ചെയ്യുന്നത്. അരുൺ എന്നാണ് ഇവിടുത്തെ ചേട്ടൻ്റെ പേര്. ബിസിനസ് ഡീറ്റെയിൽസിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെഡ് ടെയിൽ ജയന്റ് ഗൗരാമിയുടെ ആ ഒരു സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു ഫാമിനെ കുറിച്ച് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വലിയ സൈസ് റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികളെ കണ്ടു. എനിക്ക് തോന്നുന്നു 1 ഫീറ്റിന് മേലെ സൈസ് വരുന്ന 5-6 എണ്ണം ഒരു ഇതുപോലുള്ള ഒരു ടാങ്കിനകത്ത് കിടക്കുന്നുണ്ട്. അതിനകത്ത് ബ്രീഡിംഗ് കേജുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് ഇവിടെ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികൾ ബ്രീഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ബ്രീഡായി ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് പല ടാങ്കുകളിലും കിടക്കുന്നത്. ഈ കാണുന്ന ടാങ്കിൽ എടുക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കുറേയൊക്കെ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളാണ്. റെഡ് ടെയിൽ ജയന്റ് ഗൗരാമിയെ കുറിച്ച് മെജോറിറ്റി ആൾക്കാർക്കും അറിയുമായിരിക്കും. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പല സ്ഥലങ്ങളിലും വിൽക്കുന്നതെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വന്ന പീസുകളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികളെ പൊതുവെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പല വീഡിയോസും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് ജയന്റ് ഗൗരാമി ഫാം നടത്തുന്ന ആളുകൾ പോലും ബാക്കി 3 വെറൈറ്റികളെ ബ്രീഡ് ചെയ്യിച്ച് കുഞ്ഞുങ്ങളെ സെല്ല് ചെയ്യുന്നുണ്ട്. അവർ പോലും ഈ റെഡ് ടെയിലിനെ സെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അത് ഇമ്പോർട്ടഡ് ആണ്. അവർ ബ്രീഡ് ചെയ്യിക്കുന്നതല്ല. ഇതുപോലെ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികളെ ബ്രീഡ് ചെയ്യിച്ച് സക്സസ്ഫുള്ളായ വേറെ ആൾക്കാരുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു ഫിഷ് ഫാമിൻ്റെ അതായത് ഈ ഒരു ജയന്റ് ഗൗരാമി ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമിയെ 300 രൂപയ്ക്ക് കിട്ടുമെന്നുള്ളത്. കാരണം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഞാൻ കേട്ടത് മൊത്തം ഒരു 500-ന് മേലെയാണ്. 500, 600, 700, 900 ഈ ഒരു റേഞ്ചാണ്. ചിലപ്പോൾ കുറച്ച് സൈസ് കൂടുതലുണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് സൈസ് അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ളൊരു സംഭവമല്ല. നമുക്ക് ചെറിയ സൈസിനെ കിട്ടിയാലും അതിനെ വളർത്തി വലുതാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ മുമ്പ് എല്ലാ ജയന്റ് ഗൗരാമി കുഞ്ഞുങ്ങളെ വാങ്ങിയത് ചെറിയ സൈസാണ്. ചെറിയ സൈസിനെ വളർത്തി വലുതാക്കുന്നതാണ് ശരിക്കും യഥാർത്ഥ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതൊരു ചലഞ്ചാണ് എങ്കിലും അതാണ് യഥാർത്ഥ എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു മീനിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ സൈസിനെ വാങ്ങി വളർത്തിയാൽ തന്നെയാണ് ഫുൾ സ്റ്റേജിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ കണ്ടില്ലേ ഇതുപോലെ തന്നെ പല പോണ്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പോണ്ടുകളാണ്. അപ്പോൾ ഈ കാണുന്ന പോണ്ട് കണ്ടില്ല, അതിനകത്ത് നിറച്ച് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. ഈ പോണ്ടല്ല, ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു പോണ്ട്, അതിനകത്ത് നിറച്ച് വൈറ്റ് കിടക്കുന്നുണ്ട്. അത് ആൽബിനോ ആണോ പിങ്ക് ആണോ എന്ന് എനിക്കറിയില്ല. നിറച്ച് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ആ ഒരു ബയോഫ്ലോക്കിൻ്റെ ഫോമിൽ കണ്ട ടാങ്കുകളെല്ലാം എല്ലാ ടാങ്കുകളും ആൽഗെ അടിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മീനുകൾക്കെല്ലാം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൽഗെ വാട്ടർ ആണെന്നുള്ളത്. ഈ കാര്യം ഞാൻ ആ ഒരു ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആളും സെയിം സംഭവം തന്നെയാണ് പറഞ്ഞത്. ഇതുപോലുള്ള ആൽഗെ വാട്ടറാണ് ഇത്തരത്തിലുള്ള മീനുകൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് വരുന്നത്. അവർ കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ വെള്ളം നാച്ചുറലായിട്ട് ഫിൽറ്റർ ആവാനും അതുപോലെ തന്നെ അവരുടെ കളറും കാര്യങ്ങളെല്ലാം പ്രിസർവ് ആവാനും ഇത്തരത്തിലുള്ള പച്ച നിറത്തിലുള്ള ആൽഗെ വാട്ടറാണ് നല്ലത്. വലിയ ടാങ്കുകളിൽ ഈവൻ ബ്രീഡിംഗ് ടാങ്കുകളിൽ പോലും നിങ്ങൾക്ക് ഈ കളറിലുള്ള വെള്ളമായിരിക്കും നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമിയെ അവരിവിടെ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുക.
റെഡ് ടെയിൽ ജയൻറ്റ് ഗോരാമികൾ മാത്രമല്ല ബാക്കി എല്ലാ വെറൈറ്റിയുള്ള ജയൻറ്റ് ഗോരാമികളുടെ കുഞ്ഞുങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാം നേരിട്ട് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും വാങ്ങാം. ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 10 മുതൽ 15 പീസ് വരെയൊക്കെ മിനിമം ക്വാണ്ടിറ്റി ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ പൊതുവേ ചെറിയ സൈസ് ജയൻറ്റ് ഗോരാമികളെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ചെറുതിനെ വളർത്തി വലുതാക്കാൻ പറ്റും. ജയൻറ്റ് ഗോരാമികൾ അത്ര പെട്ടെന്ന് ചത്തുപോകുന്ന മീനുകളല്ല. പിന്നെ ചെറുതിനെ വാങ്ങുമ്പോൾ നമുക്ക് കുറഞ്ഞ പ്രൈസിന് വാങ്ങാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ആൾക്കാർ ചെറുതിനെ വാങ്ങാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ചത്തുപോകും എന്നുള്ളത് കൊണ്ടാണ്. കുറച്ച് വലുതായി കഴിഞ്ഞ് അതിനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചത്തുപോകില്ല എന്നുള്ള കാരണം കൊണ്ടാണ് പലരും വലിയ സൈസിൽ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ജയൻറ്റ് ഗോരാമിയുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ റേറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹയർ റേറ്റുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ യാതൊരു ഇഷ്യൂ ഇല്ല, അത് 100% ഓക്കെയാണ്. ഈ ഒരു ടാങ്കിലാണ് ഏകദേശം 1 ഫീറ്റ് അല്ലെങ്കിൽ 1 ഫീറ്റിന് മേലെ വരുന്ന റെഡ് ടെയിൽ ജയൻറ്റ് ഗോരാമികളെ ഞാൻ കണ്ടത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 5-6 എണ്ണം കിടക്കുന്നുണ്ട്. വെള്ളം ആൽഗി അടിച്ച് നല്ല പച്ച കളറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എങ്കിലും വെള്ളത്തിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കാണാനായിട്ട് പറ്റും. അത് ഈ റെഡ് ടെയിൽ ജയൻറ്റ് ഗോരാമികളാണ്. സൈഡിൽ ബ്രീഡിംഗ് കേജുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനകത്താണെന്ന് തോന്നുന്നു എനിക്ക് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ അടുത്ത് കാണുന്ന ടാങ്കുകളിലെല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത് റെഡ് ടെയിൽ ജയൻറ്റ് ഗോരാമിയുടെ. വീണ്ടും ആൽഗി അടിച്ച് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. മീനുകളെ കാണാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ചെറിയ മീനുകളാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പൊടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. ബ്ലാക്ക് സ്പോട്ട് ഇതേ കണ്ടില്ലേ. ഈ ഒരു ഇടത്തെ അവസ്ഥയ്ക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇതിനകത്താണ് റെഡ് ടെയിൽ ജയൻറ്റ് ഗോരാമിയുടെ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഇതാണ് വീട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതേപോലെ ഒരു ബോർഡ് കാണാം, ഒരു ഗോൾഡൻ കളറിൽ എഴുതിയിട്ട് കണ്ടില്ലേ. കളപ്പുരയ്ക്കൽ ഗൗരാമി ഫിഷ് ഫാം എന്നാണ് എഴുതിയിട്ടുള്ളത്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വീടിനോട് ചേർന്നാണ് ഫാമും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഈ ഫാം കണ്ടുപിടിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാപ്സിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ കാണിക്കും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഇവിടെ വന്നെത്താം. തൃശ്ശൂരുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഫാം വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കൊറിയർ സർവീസ് അല്ലെങ്കിൽ ഹൈവേ ട്രാൻസ്പോർട്ട് പോലുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. പിന്നെ വീടിൻ്റെ സൈഡിലായിട്ട് വേറെ 1-2 ടാങ്ക് കൂടിയും ചേട്ടൻ എനിക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറേ നമ്മുടെ പിങ്ക് കിടക്കുന്നുണ്ട്, പിങ്ക് ജയൻറ്റ് ഗോരാമികൾ കണ്ടില്ലേ. അത് ഓരോ സൈസാണ്, ഓരോ ടാങ്കുകളിലും പല സൈസിലായിട്ടാണ് കിടക്കുന്നത്. സൈസ് ഇത് തിരിച്ച് ഇട്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓർഡറുകൾ വരുന്ന ഒരു ഫാമാണ്. തൊട്ടടുത്ത് വേറൊരു ടാങ്ക് എനിക്ക് കാണിച്ചു തന്നിരുന്നു. അതിനകത്ത് ഏതോ ഒരു സ്പെഷ്യൽ വെറൈറ്റി സ്നേക്ക് ഹെഡാണ് കിടക്കുന്നത്. നമ്മുടെ സാധാരണ മലബാർ സ്നേക്ക് ഹെഡോ മൈക്രോപെൽസോ ഒന്നുമല്ല. നമ്മൾ തുറക്കാനായിട്ട് നിന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടിയിൽ കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, ആൽഗിയ പോലെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടാനൊക്കെ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ തുറക്കാനൊന്നും നിന്നില്ല. നമ്മൾ ടാങ്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തിട്ട് അടിയിൽ കിടക്കുന്ന ആ ഒരു ഇലകളും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജയൻറ്റ് ഗോരാമികളുടെ എല്ലാ വെറൈറ്റികളും ഇവിടെ അവൈലബിൾ ആണ്, പല സൈസിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് റെഡ് ടെയിൽ ജയൻറ്റ് ഗോരാമി കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് റെഡ് ടെയിൽ ജയൻറ്റ് ഗോരാമിനെ കുറിച്ച്. ഈ കാണുന്നത് ബ്ലാക്ക് വെറൈറ്റിയാണ്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ റെഡ് ടെയിലും ബ്ലാക്കും. ഇത് നമ്മുടെ ബ്ലാക്കാണ്, കണ്ടില്ലേ. ബ്ലാക്കിൻ്റെ ആ ഒരു ടെയിലിൻ്റെ അവിടെ ചെറുതായിട്ടൊരു റെഡ് കളർ കാണും. ഞാനും വാങ്ങിയതിനൊക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയൊരു റെഡ് കളർ വരുന്നതാണ്. അത് നമ്മുടെ സാധാ ബ്ലാക്കാണ്. ഇത് പിങ്കാണ്. നമ്മുടെ റെഡ് ടെയിൽ ജയൻറ്റ് ഗോരാമി ചെറിയ സൈസിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്ക് ആണെന്ന് തോന്നും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇന്നത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും, ബ്ലാക്ക് ഏതാണ് റെഡ് ടെയിൽ ഏതാണെന്നുള്ളത്. കാരണം റെഡ് ടെയിലും ബ്ലാക്കും തമ്മിൽ ബോഡിയുടെ കളറിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതായത് ഒരു ആഷ് കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സിൽവറിഷ് കളറാണ് നമ്മുടെ ബ്ലാക്കിനും ഈ ഒരു റെഡ് ടെയിലിനും വരുന്നത്. ചെറിയ സൈസിനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ബ്ലാക്ക് ഏതാ അല്ലെങ്കിൽ റെഡ് ടെയിൽ ഏതാണെന്നുള്ളത്. പക്ഷേ ശ്രദ്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ അടയാളങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് റെഡ് ടെയിൽ. കണ്ടില്ലേ, ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി കുറച്ച് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ഇതിൻ്റെ ബോഡി കണ്ടോ, കുറച്ച് നീണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇത് റെഡ് ടെയിലാണ്. മാത്രമല്ല ചെകിളയുടെ തൊട്ടടുത്തായിട്ട് ഒരു ബ്ലാക്ക് സ്പോട്ട് കാണാം. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ബ്ലാക്ക് സ്പോട്ടും നീണ്ട ബോഡിയും. ഇതാണ് റെഡ് ടെയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫാമിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഗൂഗിൾ മാപ്സിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.